അടുത്തിരിക്കുന്ന പയ്യന്മാർ ഞങ്ങളോട് ഈ വേല കാണിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും, കാരണം അവന്മാർ കൊച്ചു പയ്യന്മാരാണ്, സങ്കടം ഞങ്ങൾക്കുണ്ടാവും. ഇപ്പം നിങ്ങൾക്കറിയാം, അവളിതാ മരിച്ച് ഇവിടെ കിടക്കുകയാണ്. അവന്മാരിതാ ഇവിടെ മൊത്തം വിലസുന്നുണ്ട് നല്ല രീതിയിൽ. യാതൊരു നടപടിയും അവന്മാർക്കെതിരെ എടുത്തിട്ടുമില്ല. തെളിവ് ഞങ്ങൾ കൊണ്ടു കൊടുത്തതാണ്. പാർട്ടി പ്രവർത്തകർ, ഡിവൈഎഫ്ഐക്കാരെ ഇവരെല്ലാവരും ചേർന്ന് ഇത് കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചതെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. നീതി ലഭിച്ചിട്ടില്ല, ഇനി അത് പാടില്ല. അവൾ ജീവനോടില്ല, ഇപ്പോൾ അവൾ പോയി കഴിഞ്ഞു. അത് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് കൊടുക്കണ വെറുതെയാണ്. ഈ അശ്വിനൊക്കെ പല കേസുകളിൽ വെഞ്ഞാറോട് സ്റ്റേഷനിൽ നിന്ന് തന്നെ അവനെ ഊരി ഇറക്കി വിട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയക്കാരെ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ എൻ്റെ ഈ കേസ് പോകുന്നു. അവൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞ എടി അങ്ങനെയല്ല, അത് ചിലപ്പോൾ ചെറിയ കേസുകളൊക്കെ പോകുമായിരിക്കും. പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീയെ അപമാനിക്കുന്ന കേസൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ പോയി അവർക്ക് സപ്പോർട്ട് ചെയ്തും കൊണ്ട് ഒരിക്കലും നിൽക്കില്ല. അവനെ ഒന്നേ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയോ മറ്റു ചെയ്യുകയോ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായി, അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തു. കാരണം അവൾക്ക് അപ്പോഴും ഇല്ല. അപ്പം ഞാൻ ഇതുകൂടെ വന്ന് പറഞ്ഞില്ലേ ഈ ഒരു സംഭവം നടന്ന്, അപ്പോൾ അച്ഛൻ നടക്കില്ല അച്ഛാ, അവർ പോകില്ല, നമ്മൾ ഈ നമ്പർ എടുത്ത് കൊടുക്കണം എന്നത് പെങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഓൾറെഡി ഈ ആക്സിഡൻ്റ് ആയപ്പോഴേ ഒരു മനസ്സിലൊരു പേടി വന്ന് നമ്മുടെ ആത്മഹത്യ ചെയ്ത പ്രവീണയുടെ സംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബം ആരോപിക്കുന്നത് ജനുവരി 30-ാം തീയതിയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുന്നത്. പക്ഷേ ഇതുവരെ സംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന ആരോപിക്കുന്ന പ്രതികളൊക്കെ ഇപ്പോഴും വെഞ്ഞാറമൂട് പരിസരത്ത് തന്നെയുണ്ട്. എന്നിട്ട് പോലും അവർക്കെതിരെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു നടപടിയോ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്നില്ല. അതെന്തുകൊണ്ട് എന്നാണ് കുടുംബം ചോദിക്കുന്നത്. ഇന്നലെ ആത്മഹത്യ ചെയ്ത പ്രവീണയുടെ ഭർത്താവാണ് നമ്മളോടൊപ്പം ഉള്ളത്. അന്ന് അവിടെ തെളിവ് സഹിതം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു നടപടി എടുത്തില്ല എന്നുള്ള ഇവർ അന്വേഷിച്ചത് പോലുമില്ല. എല്ലാ തെളിവും ഞങ്ങൾ കൊണ്ടു കൊടുത്തതാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രവീണ സംസാരിച്ചായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിച്ചായിരുന്നു. അവൾക്ക് ഈ പറഞ്ഞ എൻ്റെ വീടിനടുത്തുള്ള 2 കൊച്ചുമുതലുള്ള ഞാൻ കാണാൻ തുടങ്ങിയ 2 പയ്യന്മാരാണ് ഇവന്മാർ. ഈ പേര് രണ്ടുപേരുടെയും ആ 2 പേരും തൊട്ടടുത്തുള്ളവർ തന്നെയാണ്. ഒരാൾ അഖില്, ഒരാൾ അശ്വിൻ, കണ്ണൻ എന്ന് വിളിക്കും. അവിടെ യവന്മാർ അവിടെ വന്നു. ഇവക്ക് മെസ്സേജ് ഇട്ടു. ഇവിടെ റിപ്ലൈ പറഞ്ഞു ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്ക് ഇൻസ്റ്റഗ്രാം വഴിയിട്ട് മെസ്സേജ് ഇട്ടിട്ട് അതിൽ ബ്ലോക്ക് ചെയ്തു വാട്സപ്പിൽ. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്യാതായിരുന്നപ്പോൾ പറഞ്ഞു എന്താ ഇതിൽ കൂടെ എന്നെ ബ്ലോക്ക് ചെയ്യാത്തതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മെസ്സേജ് ഇട്ട് തുടങ്ങി അതിൽ. അപ്പോൾ ഇതിൽ നിന്നാണെന്നുള്ളത് അറിഞ്ഞിട്ട് എന്നെ നിന്ന് അവൾ അന്നേരം ഒളിച്ചു വെച്ചെങ്കിലും പിന്നീട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത്തിരി അടുത്തിരിക്കുന്ന പയ്യന്മാർ ഞങ്ങളോട് ഈ വേല കാണിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും, കാരണം അവന്മാർ കൊച്ചു പയ്യന്മാരാണ്, സങ്കടം ഞങ്ങൾക്കുണ്ടാവും. ഇപ്പം നിങ്ങൾക്കറിയാം, അവളിതാ മരിച്ച് ഇവിടെ കിടക്കുകയാണ്. അവന്മാരിതാ ഇവിടെ മൊത്തം വിലസുന്നുണ്ട് നല്ല രീതിയിൽ. യാതൊരു നടപടിയും അവന്മാർക്കെതിരെ എടുത്തിട്ടുമില്ല. ഇവളെ വണ്ടി കൊണ്ടുവച്ച് ഇടിച്ചിട്ട് നിർത്താതെ പോയി, ഭീഷണി എന്നുള്ള സ്വരത്തിൽ വണ്ടി കൊണ്ടുവച്ച് ഇടിച്ചിട്ട് നിർത്താതെ പോയിട്ട് ഉടകളും പോയി കണ്ടുപിടിച്ച് അതിൻ്റെ ഫോട്ടോസ് സഹിതം ഞങ്ങൾ അവിടെ കൊണ്ട് കൊടുത്തിട്ടും യാതൊരു നടപടിയും അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഭാര്യയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല. ഇനി അത് പാടില്ല. അവൾ ജീവനോടില്ല. ഇപ്പോൾ അവൾ പറഞ്ഞത് ആരോ അടുത്ത് വന്നു ഇങ്ങനെ എവിടെ അത് കണ്ടില്ല ആദ്യം. അതിനാണ് പറഞ്ഞത് ഈ ഒരുത്തം ബാക്കിൽ നിന്ന് വരണ കണ്ടപ്പോൾ ഇവ കുറച്ച് സ്പീഡ് മാറിയിട്ട് ഇവൾ സൈഡിലോട്ട് മാറിയപ്പോൾ അവ സ്പീഡ് കൂട്ടി വന്നിട്ട് ഇടിക്കുകയല്ല ചെയ്തത്. ഇത് എന്താണെന്ന് അവൾ വ്യക്തമായി കാണുന്നതിന് മുമ്പ് ഈ തട്ടി ഇട്ടിട്ട് പോകുമ്പോഴാണ് പോയത്. ഈ കൈയുണ്ടോ കാലുണ്ടോ, കാരണം ഒരാൾ ഓട്ടിക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്നൊരു രീതിയിൽ തട്ടി അങ്ങ് ഇട്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പോയി അതെന്നോട് പറഞ്ഞായിരുന്നു. ആ കേസ് അവിടെ നിന്ന സമയത്ത് തന്നെയാണ് ഈ എന്നോട് വിളിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ പറഞ്ഞ അവളെ സഹോദരനും അച്ഛനും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും പല വീടുകളിലും ക്യാമറയ്ക്ക് ഇത് പോയി തപ്പി പിടിച്ച് വന്നപ്പോൾ കിട്ടിയ ഉള്ള തെളിവും വെച്ച് അവിടെ സ്റ്റേഷനിൽ ഞങ്ങൾ കൊണ്ടുകൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു സ്കൂട്ടിയുടെ ഇതിലാണ് ഫ്രണ്ട് മറച്ചിരിക്കുന്നതാണ് കണ്ടത്. ഫ്രണ്ട് എൻ്റെ ബോർഡ് മറച്ചിരിക്കുന്നത് കണ്ടു. ബാക്കിലെത്തത് വ്യക്തവുമല്ല. അപ്പോൾ ഇത് കൊണ്ടു കൊടുത്തപ്പോൾ പോലീസ് തന്നെയാണ് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ പതുക്കെ പോയി എടുത്തുകൊണ്ട് പോവാ, എങ്കിൽ നമുക്ക് അന്വേഷിക്കാൻ തുടങ്ങാമെന്ന്. അങ്ങനെയാണ് ഒരു നിയമം. പേടിച്ചു, അങ്ങേറ്റം പേടിച്ചു. രാത്രി പോലും
മക്കൾ നമ്മൾ എന്തിനാണെന്നൊക്കെ അവളോട് പറഞ്ഞു, കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, ജോലി നേടണം. അപ്പോൾ അവർക്ക് അറിയാമായിരുന്നു ഇവർക്ക് ഭീഷണി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് അന്വേഷിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ അവന്മാർ കൊല്ലും, അത് ഉറപ്പാണ്. നാട്ടിൽ പ്രവീൺ നാട്ടിലുണ്ടായിരുന്നുകൊണ്ട് തന്നെ പ്രവീണാണ് ഇത് കേസുമായിട്ട് മുന്നോട്ട് പോയതല്ലേ? തീർച്ചയായും. എന്തായിരുന്നു ഇതിൻ്റെ തുടക്കം എന്തായിരുന്നു? തുടക്കം ഇതുപോലെ കൊച്ചിനെ അനാവശ്യം പറഞ്ഞുകൊണ്ട് 2 പയ്യന്മാർ നാട്ടിൽ അനാവശ്യം പറഞ്ഞു. അതിൽ ഒരു പയ്യൻ എൻ്റെ പെങ്ങൾക്ക് ഒരു അശ്ലീല മെസ്സേജ് അയക്കുകയും അപ്പോൾ അവൾ ബ്ലോക്ക് ചെയ്യുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ അവൻ ആ കൊച്ചിനെ ഒരു വൃത്തിയായിട്ട രീതി നോക്കുകയും ഒരു ദേഷ്യഭാവത്തിൽ നേരത്തെ കണ്ട പോലെ അല്ലാത്ത രീതിയിൽ അവൻ പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അത് ഇവൾ ആരോടും പറഞ്ഞില്ല, കാരണം വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചാൽ ആരോടും പറഞ്ഞില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ഇതിൽ ബ്ലോക്ക് ചെയ്യാൻ നീ മറന്നോ എന്നുള്ള രീതിയിൽ വീണ്ടും അതിൽ. അപ്പോൾ അവൾ അതും സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അതിലും അവൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതും കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനും ഇവൻ്റെ ഒരു കൂട്ടുകാരനായ അഖിൽ ബന്ധുവാണ്, പെങ്ങളെ ബന്ധുവാണ്. ഇവനോടും ചെയ്ത് നാട്ടിൽ അവളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പയ്യൻ്റെ പേരും പറഞ്ഞ് അവൻ്റെ കാറിൽ കയറി പോകുന്നെന്നും അങ്ങനെ അനാവശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടു എന്നും പറഞ്ഞ് അനാവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അത് ഈ അനാവശ്യം പറഞ്ഞ ഈ കാര്യങ്ങളെ ഹസ്ബൻഡിൻ്റെ തന്നെ സഹോദരി ഏറ്റെടുത്തും കൊണ്ട് നാട്ടിൽ മൊത്തം പറയുകയും സഹോദരിയുടെ മക്കളും ചേർന്നുകൊണ്ട് ഇതൊക്കെ സത്യമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്തുകയും, അപ്പം സമൂഹത്തിലൊരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തു. അപ്പോൾ ഞങ്ങളിത് അറിഞ്ഞ ഉടനെ തന്നെ പെങ്ങളെ പള്ളിയിൽ തന്നെ പറഞ്ഞു, പെങ്ങളെ നമുക്ക് കൊണ്ടുവന്ന് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി പെങ്ങളെയും കൊച്ചിനെയും കൊണ്ടുവന്നു. കൊച്ചും ഞാനും അളിയനും നമ്മളെല്ലാം ചേർന്ന് ചോദിച്ചു, ഇതിലെന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നില്ല, എങ്കിലും നമ്മൾ ചോദിക്കണമല്ലോ. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനൊരു സംഭവം ഇല്ല, എൻ്റെ മോളാണ് സത്യം, ഞാനാണ് സത്യം, ഇങ്ങനെ ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നിന്നെ ഈ സമൂഹത്തിൽ ഈ ഒരു അപഖ്യാതി പറഞ്ഞ് പരത്തിയ എല്ലാത്തിനും ഞാൻ എണ്ണിക്കും. നിയമത്തിൻ്റെ ഇന്ന് ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ അപരാധം പറഞ്ഞ് പരത്തിയാൽ ഇന്ന് നിയമം കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാൻ മേടിച്ച് കൊടുക്കും എന്ന് എൻ്റെ പെങ്ങളോട് ഞാൻ പറഞ്ഞു. അവനെ വിളിച്ചപ്പോൾ അവൻ ഇത് തന്നെയാണ് വീണ്ടും പറയുന്നത്, ഞാൻ കണ്ടു. അപ്പോൾ ഈ പയ്യൻ യഥാർത്ഥത്തിൽ എവിടെ വെച്ച് കണ്ടാലും കുഞ്ഞമ്മ എവിടെ പോകണം അല്ലെങ്കിൽ ഹായ് എന്നൊരു വാക്ക് പറയാതെ പോകുന്ന പയ്യനാണ്. അപ്പോൾ അവൾ ചോദിച്ചു, നീ ഇവിടെ വെച്ച് കണ്ടിട്ട് എന്താടാ എന്നെ വിളിക്കാത്തേ, എന്തുകൊണ്ട് ചോദിച്ചില്ല കുഞ്ഞമ്മ, എന്തിവിടെ നിൽക്കണേ, എന്തുകൊണ്ട് നീ എന്നോട് ചോദിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ നേരത്തെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കുറേ കൂട്ടുകാർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് സി അപ്പോൾ അവിടെ ഇല്ല. ഭരത് സാർ എന്ന് പറഞ്ഞ സാറിനെ വിളിച്ചത്. അപ്പോൾ പുള്ളിയെ വിളിച്ച് പറയും, ഞാൻ വരില്ല സാർ, 2 ദിവസം കഴിഞ്ഞിട്ട് സാറ് വിളിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ ഈ സമയത്താണ് ഈ ആക്സിഡൻ്റ് ആയത്. അപ്പോൾ ഈ ആക്സിഡൻറ്റ്, അപ്പോൾ നമ്മൾ ഈ സംഭവം നടക്കുമ്പോഴേ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. ഇനി കാരണം ഇവനെപ്പറ്റി നല്ലൊരു വാർത്തയല്ല ആ നാട്ടിൽ മൊത്തം ഇവരെ പറ്റിയാണ് ഈ അശ്വിനെ പറ്റി ഈ പറഞ്ഞു വരുത്തുന്നത്. അപ്പം അവന് പൊതുവേ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു പേടിയായി. അപ്പം നമ്മൾ പറയും, നീ പതുക്കെ വണ്ടി പോകണം, ആരെങ്കിലും പിന്തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സ്ലോ ആക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയൊക്കെ ചെയ്യുക. വന്നതിന് ശേഷം ഞാൻ നേരെ സ്റ്റേഷനിലോട്ട് പോയി, ഫുഡ് കഴിച്ചുകൊണ്ട് സ്റ്റേഷനിലോട്ട് പോയി. സ്റ്റേഷനിൽ പോയി ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അത് മനഃപൂർവ്വം ഇടിച്ചിട്ടെന്നാണ് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം നേരത്തെ ഈ ഒരു കംപ്ലയിൻറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ കേസ് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് CCTV എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം. ഞാൻ കേസ് കൊടുത്തിട്ട് പോലും അവർ പറഞ്ഞാൽ നമുക്ക് CCTV നമുക്ക് കിട്ടുകയാണെങ്കിൽ, അവരെടുക്കുക എന്നല്ല പറയണം, നമുക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വിഷമത്തിലാണ് വന്നത്. അപ്പോൾ തന്നെ പക്ഷേ അളിയൻ്റെ കൂട്ടുകാരെ എല്ലാം വിട്ട് അവിടെയുള്ള CCTVകളെല്ലാം ദൃശ്യങ്ങളെടുത്തു. അപ്പോൾ അതിലൊക്കെ ഈ കണ്ടവർ ഇടിച്ചു പോയെന്ന് പറഞ്ഞ പയ്യൻ്റെ വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അത് വെച്ച് നമ്മൾ CCTV നോക്കിയപ്പോൾ ഒരു സംശയാസ്പദമായ സംഭവങ്ങൾ കാണാൻ കഴിയുന്നു. അവൻ ഇടയ്ക്ക് നിർത്തുന്നു, തിരിച്ചു പോകുന്നു, വീണ്ടും അവൻ മുമ്പേ പോകുന്നു, പെങ്ങൾ പിറകെ വരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കിട്ടിയതെല്ലാം ഇതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം കൊണ്ട് പെട്ടെന്ന് തന്നെ വീണ്ടും തിരിച്ച് ഞാൻ പോയി ആ സാറിനെ കണ്ടു. സാർ എനിക്ക് അത് കിട്ടി, സാർ ഇത് കിട്ടി സാർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ കാണാനില്ല. അപ്പോൾ നമ്പരല്ലേ തെളിച്ചില്ലായിരുന്നു. അപ്പോൾ പുള്ളി നിൽക്ക് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കുറച്ച് കഴിയുമ്പോൾ സാർ ഞാൻ പറഞ്ഞു, സാർ ഓൾറെഡി പരാതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളി പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് SI വന്നിട്ട് SI കണ്ടിട്ട് പോകും, അപ്പോൾ അതിന് കുറച്ചുകൂടി ഇതാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ SI സാർ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും. അപ്പോൾ SI സാർ വന്നപ്പോൾ ഞാൻ സാറിനോട് ഇതെല്ലാം പറഞ്ഞു, സാർ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് സംശയമുണ്ട്, ഇത് കാണിച്ചു. അപ്പോൾ സാറ് പറയുന്നത്, ഈ ദൃശ്യങ്ങൾ നിങ്ങൾ സ്ലോ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് നമ്പർ എടുക്കാൻ പറ്റും. അപ്പോഴും എന്നോടാണ് പറയുന്നത്, നിങ്ങൾ സ്ലോ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്പർ എടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം. അപ്പോൾ അതും എനിക്ക് വിഷമമായിട്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞതാണ്, അച്ഛാ ഇത് അവർ പോകില്ല, നമ്മൾ നമ്പർ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഇതിന്. അതായത് പ്രവീണിനോട് പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയാണ് പ്രവീണിന് മനസ്സിലായത്, അവർ കേസ് എടുക്കത്തില്ല. ഇത് പ്രവീണ എന്നോട്, അത് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു,
ചേട്ടാ ഇത് കൊടുക്കണ വെറുതെയാണ്. ഈ അശ്വിനൊക്കെ പല കേസുകളിൽ വെഞ്ഞാറോട് സ്റ്റേഷനിൽ നിന്ന് തന്നെ അവനെ ഊരി ഇറക്കി വിട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയക്കാർ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ എൻ്റെ ഈ കേസ് പോകുന്നു. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ എടി അങ്ങനെയല്ല, അത് ചിലപ്പോൾ ചെറിയ കേസുകളൊക്കെ പോകുമായിരിക്കും, പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീയെ അപമാനിക്കുന്ന കേസൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ പോയി അവർക്ക് സപ്പോർട്ട് ചെയ്തും കൊണ്ട് ഒരിക്കലും നിൽക്കില്ല. അവനെ ഒന്നേ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയോ മറ്റു ചെയ്യുകയോ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായി, അങ്ങനെ സംഭവിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തു. കാരണം അവൾക്ക് അപ്പോഴും ഇല്ല. അപ്പം ഞാൻ ഇതുകൂടെ വന്ന് പറഞ്ഞില്ലേ ഈ ഒരു സംഭവം നടന്ന്, അപ്പോൾ അച്ഛനൊന്നും അച്ഛൻ നടക്കില്ല അച്ഛാ, അവർ പോകില്ല, നമ്മൾ ഈ നമ്പർ എടുത്ത് കൊടുക്കണം എന്നത് പെങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഓൾറെഡി ഈ ആക്സിഡൻ്റ് ആയപ്പോഴേ ഒരു പേടി, മനസ്സിലൊരു പേടി വന്ന് അന്വേഷണം ഒന്നും മുന്നോട്ട് പോകില്ല, അവളുടെ ഒന്നും തെളിയില്ല എന്ന് വല്ല മനസ്സിൽ വിചാരിച്ചിട്ട് അവൾ ആത്മഹത്യ ചെയ്തെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഒരു സ്ത്രീക്ക് ഒരു അവസ്ഥ ഉണ്ടാക്കാത്ത രീതിയിൽ ഇന്ന് ഞങ്ങൾ പരാതി കൊടുത്ത ഈ പയ്യന്മാർ 2 പേര് ഇന്നിവിടെ തന്നെ ഉണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ഇന്ന് പോലീസ് ചെയ്തിട്ടില്ല. തെളിവ് പോലും ഇല്ലാത്ത പല കേസുകളും കണ്ടെത്തിയിട്ടുണ്ട് കേരള പോലീസ്. എന്തുകൊണ്ട് ഈ തെളിവിലേക്ക് വന്നാൽ, ഈ ഒരു കേസുമായിട്ട് വന്നാൽ തെളിവ് CCTV ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആ പെൺകുട്ടിയെ ഇടിച്ചിട്ട വണ്ടിയെ കണ്ടെത്താനോ ആ വണ്ടിയിലുള്ള ആളിനെ കണ്ടെത്താനോ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. കുറ്റം ചെയ്തത് ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പ്രവീണയ്ക്ക് നീതി ലഭിക്കണം.